ഹലോ നമസ്കാരം, ഏവർക്കും സൈലം PSC സ്വാഗതം. അപ്പോൾ നമ്മുടെ 2026 ബഡ്ജറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് 2026 ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തേതുപോലെ 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റിൽ 2026 എന്തൊക്കെ ബേസിക് കാര്യങ്ങളാണുള്ളത്, അതുപോലെ ബഡ്ജറ്റിൻ്റെ വരവ് ചെലവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം വന്നത്, പിന്നീട് ബഡ്ജറ്റിൻ്റെ പില്ലറുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. കൂടുതൽ അനാലിസിസ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള അനാലിസിസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നേരെ നമുക്ക് 2026 ബഡ്ജറ്റിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ 2026 ബഡ്ജറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളോട് കൂടിയാണ് 2026 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, അല്ലേ? ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഞായറാഴ്ച ദിവസം ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിനു മുന്നേ എല്ലാ വർഷവും 2017 വരെയുള്ളൊരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ 2017 വരെ ഫെബ്രുവരിയുടെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് 2017 മുതൽ ഫെബ്രുവരി 1 മാറ്റി, അല്ലേ? അപ്പോൾ ഫെബ്രുവരി 1 മാറ്റിയപ്പോഴേക്ക് ഇന്ന് 2026 വന്നപ്പോൾ ഇത് ഫെബ്രുവരി 1 ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ഞായറാഴ്ച അവതരിപ്പിച്ച ബഡ്ജറ്റ് ഈ ഒരു 2026 ബഡ്ജറ്റാണ്. പിന്നീട് പറയാനുള്ളത്, തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്നുള്ള റെക്കോർഡ് നിർമ്മലാ സീതാരാമൻ്റെ പേരിലാണ്. അത് ഈ വർഷത്തോടു കൂടി തുടർച്ചയായി 9 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയായി ആര് മാറിയിട്ടുണ്ട്? നിർമ്മലാ സീതാരാമൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അവതരിപ്പിച്ചത് 9ാമത്തെ ബഡ്ജറ്റാണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതപ്പോഴും മൊറാർജി ദേശായിയുടെ പേരിൽ തന്നെയാണ്. 10 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിർമ്മലാ സീതാരാമൻ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി അവതരിപ്പിച്ചെങ്കിൽ, തുടർച്ചയായിട്ടൊന്നുമല്ല എങ്കിലും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? മൊറാർജി ദേശായിയുടെ പേരിലാണ്. 2020 കോവിഡ് സമയത്ത് വളരെ ദൈർഘ്യമേറിയൊരു പ്രസംഗമാണ് നിർമ്മലാ സീതാരാമൻ നടത്തിയത്. ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുന്നൊരു പ്രസംഗമായിരുന്നു. അപ്പോൾ അതോടൊപ്പം ഒരു റെക്കോർഡ് കൂടി കിട്ടുകയുണ്ടായി. ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നിർമ്മലാ സീതാരാമനാണ്. 2020-21 ബഡ്ജറ്റായിരുന്നു. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുക കുറച്ചൊരു ബഡ്ജറ്റ് പ്രസംഗമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. എന്നാൽ ഈ ഒരു ബഡ്ജറ്റ് പ്രസംഗം മാത്രമാണോ നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ബഡ്ജറ്റിൽ നമ്മുടെ പാർലമെൻറ്റിന് മുന്നോട്ട് വയ്ക്കുന്ന ചില ഡോക്യുമെൻറ്റുകളുണ്ട്. ആ ഡോക്യുമെൻറ്റുകളിൽ ആദ്യത്തെ ഡോക്യുമെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? ഇപ്പോൾ ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ 112 ആണ് ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവിടെ നമ്മൾ അടിവരയിട്ടൊരു പോയിന്റ് പഠിക്കും. ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ബഡ്ജറ്റ് എന്ന വാക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ശരിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആർട്ടിക്കിൾ 112 എന്താ പറയാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 112 പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവതരിപ്പിക്കണം എന്നാണ്. അപ്പോൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഡോക്യുമെൻറ്റ് മാത്രമാണോ വയ്ക്കുക എന്ന് ചോദിച്ചാൽ അല്ല. ഈ ബാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിരിക്കുക. ഓക്കെ, ഇത് കാണാൻ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് നമ്മൾ വയ്ക്കാറുണ്ട്. അതുപോലെ ഫിനാൻസ് ബില്ല് വയ്ക്കാറുണ്ട്. ഇനി അതോടൊപ്പം പിന്നീട് നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേര്, ഇത് പ്രീവിയസ് ഇയർ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. FRBM ആക്ട് അനുസരിച്ചിട്ട് പാർലമെൻറ്റിന് മുന്നാകെ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വയ്ക്കുന്നതെന്നൊരു ചോദ്യം PSC ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാം എന്ന രീതിയിൽ ഈ ഒരു കാര്യം ജസ്റ്റ് നോക്കി വയ്ക്കുക, അത് ഡിഗ്രി ലെവൽ എക്സാമിന് മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ FRBM ആക്ട് അനുസരിച്ചിട്ട് 2003 FRBM ആക്ട് അനുസരിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ധനക്കമ്മി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്, ഗവൺമെൻറ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആ ഒരു ധനക്കമ്മി, എന്താ ധനക്കമ്മി ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയും ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ് എക്സ്ക്ലൂഡ് ബോറോയിങ് എന്ന് പറയും. കടം വാങ്ങൽ ഒഴികെ ഗവൺമെൻറ് മൊത്തം എത്ര ചിലവുണ്ട്, മൊത്തം എത്ര വരവുണ്ട്, അപ്പോൾ എത്ര കമ്മി വന്നു എന്നുള്ളതാണ് ധനക്കമ്മി, അല്ല? അപ്പോൾ ഈ ഒരു ധനക്കമ്മി നോക്കുകയാണെങ്കിൽ ഈ ധനക്കമ്മി കുറച്ച് കൊണ്ടുവന്നിട്ട് അതൊരു GDPയുടെ 3% കൊണ്ടുവരണം എന്നായിരുന്നു FRBM ആക്ട് പറഞ്ഞത്. അത് 2008 ആകുമ്പോൾ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം റവന്യൂ കമ്മി എന്നുള്ളത് 0% കൊണ്ടുവരണം എന്നും FRBM ആക്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ FRBM ആക്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു,
പാർലമെന്റിന് മുന്നാകെ ഗവൺമെന്റ് ഉത്തരവാദിത്തം കാണിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഈ 2 ഡോക്യുമെന്റുകൾ കൂടി പ്രസന്റ് ചെയ്യണം എന്ന് കൂടി പറയുന്നുണ്ട്. ഏതൊക്കെ ഡോക്യുമെന്റ്? ഒന്നാമത്തെ ഡോക്യുമെന്റ് മാക്രോ എക്കോണമിക് ഫ്രെയിം വർക്ക് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ ഡോക്യുമെന്റ് മീഡിയം ടൈം ഫിസ്ക്കൽ പോളിസി ഫിസ്ക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എങ്ങനെയാണ് ഗവൺമെന്റ് ധനക്കമ്മി കുറയ്ക്കാൻ പോകുന്നതിന് സ്ട്രാറ്റജി എന്താ, നിലവിൽ എത്രയാണ് ധനക്കമ്മി, ഇതിന് മുന്നേയുള്ള വർഷങ്ങളിൽ ധനക്കമ്മി എങ്ങനെയായിരുന്നു, ഇനി എങ്ങനെയാണ് കുറയ്ക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ 2 ഡോക്യുമെൻ്റായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളത് FRBM ആക്ട് മാൻഡേറ്റ് ചെയ്യുന്നുണ്ട്. മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യണം, ഗവൺമെൻറ് അവതരിപ്പിക്കണം എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ള ഡോക്യുമെൻ്റ്, അതുപോലെ റെസീപ്റ്റ് അല്ലെങ്കിൽ വരുമാനം എന്താണ് എന്നുള്ള ഡോക്യുമെൻ്റ്, പിന്നെ അവരുടെ എക്സ്പെൻഡിച്ചർ പ്രൊഫൈൽ എങ്ങനെയാണ്, ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ്, അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൻ്റെ മൊത്തത്തിലൊരു അവലോകനം മുന്നോട്ട് വയ്ക്കണം. ഇനി മെമ്മോറാണ്ടം എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻ ഇൻ ദ ഫിനാൻസ് ബിൽ, അതോടൊപ്പം ഔട്ട്കം മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക്, പിന്നെ അതുപോലെ ബഡ്ജറ്റിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എത്രത്തോളം ഉണ്ട് കഴിഞ്ഞ വർഷത്തെ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ ഡോക്യുമെൻ്റായിട്ട് അവതരിപ്പിക്കണം. അതിലൊന്ന് മാത്രമാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണിക്കാനാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു സ്ലൈഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കവിടെ നമ്മുടെ LD ലെവൽ LGS LPUP എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ ബഡ്ജറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 112 ആണ്. ആർട്ടിക്കിൾ 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവതരിപ്പിക്കുന്ന ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ഫിനാൻസ് മിനിസ്റ്ററാണ് അവതരിപ്പിക്കുക. ഇനി ഈ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് അവതരിപ്പിക്കുന്നത് ഓക്കെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു ബഡ്ജറ്റിലൂടെ നമ്മൾ കണ്ടത് 2026-27 അല്ലേ. അപ്പോൾ ഇനി വരാൻ പോകുന്ന വർഷത്തിൽ ഗവൺമെൻറ് എന്താണ് പൈസ വേണ്ടത്, എവിടെയാണ് ഗവൺമെൻറ് ചെലവാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം, അതിനെ നമ്മൾ പറയും ഒരു പ്രതീക്ഷിത കണക്കാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 2026-27 ഒരു എസ്റ്റിമേറ്റ് എന്ത് ചെയ്യും, ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കും. ഇനി അതോടൊപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025-26 ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർഷത്തിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് മുന്നോട്ട് വയ്ക്കും. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 31 അല്ല, മാർച്ച് 31 എൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് മാർച്ച് 31. പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴാണ് ഈ ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തീരണമെങ്കിൽ ഇനി ഒരു മാസം ബാക്കിയുണ്ടല്ലോ, ശരിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ളൊരു കണക്ക് വെച്ചിട്ട് ഇനി ബാക്കി എത്ര കൂടി നമ്മൾ ചിലവാക്കാൻ ഇനി നമുക്കുണ്ട്, അല്ല ഇനി നമുക്ക് ബാക്കി എത്ര വേണം, ഇതുവരെ നമ്മൾ എത്ര ചിലവാക്കി എന്നുള്ളതിൻ്റെ ഒരു റിവിഷൻ, ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ത് ചെയ്യും, നമ്മൾ മുന്നോട്ട് വയ്ക്കും. നിലവിലുള്ള വർഷത്തിൻ്റെ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ്, നമുക്ക് എത്രയാ പൈസ വേണ്ടേ എന്നുള്ളൊരു എസ്റ്റിമേറ്റ് 2026-27 നിലവിലുള്ള വർഷത്തിൻ്റെ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് മുന്നോട്ട് വയ്ക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ കണക്ക് നമുക്ക് ഏത് വർഷത്തേ ഉള്ളേ, കഴിഞ്ഞ വർഷത്തേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ എന്ന് പറയുമ്പോൾ 2024-25 ഒരു ആക്ച്വൽ കണക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ കണക്ക് നമ്മൾ പറയും പ്രൊവിഷണൽ ആക്ച്വൽ എന്ന് പറയും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യും, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ അവതരിപ്പിക്കും എന്നെന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. പിന്നീട് 2017 മുതലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത്, ബഡ്ജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് എന്നുള്ള പ്രത്യേകത മാത്രമായിരുന്നില്ല നമ്മുടെ ഈ ബഡ്ജറ്റിനുണ്ടായിരുന്നത്. മറിച്ച് ഇതൊരു മാഘമാസത്തിലെ പൗർണമി ദിനമാണ് ഈ ഒരു ഫെബ്രുവരി 1 സൺഡേ. അപ്പോൾ അത് ഗുരു രവിദാസ് ജയന്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആചരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു ഗുരു രവിദാസ് ജയന്തിയോടനുബന്ധിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ ഒരു 2026 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് നിർമ്മലാ സീതാരാമൻ എടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പോയിന്റ് കൂടി അവിടെ പഠിക്കണം. 2026 ബഡ്ജറ്റിൽ പ്രതിപാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗുരു രവിദാസിനെയാണ്. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്, പോയറ്റാണ്. അതുപോലെ ഭക്തി മൂവ്മെൻറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയുന്ന ആളാണ് ഗുരു രവിദാസ്. മാത്രമല്ല ഇന്ത്യയിലുണ്ടായിരുന്ന ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലേ, അതുപോലെ തന്നെ എന്താണ് ആ ഒരു ജാതി വ്യവസ്ഥയൊക്കെ എന്ത് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അപ്പോൾ
അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഗുരു രവിദാസ് ജയന്തി എന്ന് നമ്മൾ പറയുന്നത് ഫെബ്രുവരി 1 അതൊരു മാഘമാസത്തിൻ്റെ പൗർണമി ദിനമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു പ്രത്യേകത കൂടി നമ്മുടെ ഈ 2026 ബഡ്ജറ്റിനുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഈ ഒരു 2026 ബഡ്ജറ്റിനെ നമ്മുടെ പാർലമെൻറ്റ് അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞ ഇങ്ങനെയാണ്, യുവശക്തി ഡ്രിവൺ ബഡ്ജറ്റ് എന്നാണ് 2026 ബഡ്ജറ്റിനെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. യുവശക്തി ഡ്രിവൺ ബഡ്ജറ്റ് അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ അസറ്റ് മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ വളർന്നു കഴിഞ്ഞാൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ രാജ്യത്തേക്ക് വരുമാനം കൊണ്ടുവരും, അത് രാജ്യത്തിൻ്റെ GDP കൂടുന്നതിന് കാരണമാവും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ 2026 ബഡ്ജറ്റിനെ ദരിദ്രർ, അതുപോലെ പിന്നോക്കം നിൽക്കുന്നവർ എന്നിവർക്കായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സർക്കാരിൻ്റെ സങ്കല്പ് എന്നൊരു പദ്ധതിക്ക് ഊന്നൽ നൽകുന്ന രീതിയിലുള്ള ഒരു യുവശക്തി ഡ്രിവൺ ബഡ്ജറ്റാണ് രാജ്യം അവതരിപ്പിച്ചത് എന്നാണ് നമ്മൾ പറയാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത് ഭാരത്, നമ്മുടെ തീം ഇങ്ങനെയായിരുന്നു, വികസിത് ഭാരത് ബാലൻസിങ് അംബീഷൻ വിത്ത് ഇൻക്ലൂഷൻ. അപ്പോൾ 2047 ആകുമ്പോഴേക്കും രാജ്യം ഒരു വികസിത ഭാരതത്തിലേക്ക് എത്തണം എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. എന്താ 2047 പ്രത്യേകത? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം പൂർത്തിയായ വർഷമാണ് 2047. ഈ 2047 ആകുമ്പോഴേക്കും രാജ്യം ഒരു 30 ട്രില്യൺ എക്കോണമി ആകുമെന്നും നമ്മളൊരു വികസിത ഭാരതമായിട്ട് മാറുമെന്നുള്ളത് നമ്മുടെ ഒരു അംബീഷനാണ്, നമ്മുടെ ലക്ഷ്യമാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു വികസനം സാധ്യമാക്കുന്നതിനോടൊപ്പം എന്തും കൂടി സംഭവിക്കണം, ഇൻക്ലൂഷൻ കൂടി സംഭവിക്കണം. രാജ്യത്ത് ഈ പറയുന്ന പോലെ ഇന്ന് നമ്മൾ കണ്ടൊരു വാർത്ത, ഇതിനു മുന്നേ കണ്ടൊരു കാര്യം, ഇന്ത്യ ഇന്ന് 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. ജപ്പാനെയും പുറകിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത്. ഇനി വരും വർഷങ്ങളിൽ ഇന്ത്യ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും. ആ യൂറോപ്പിൻ്റെ പവർ ഹൗസ് ആയിട്ടുള്ള ജർമ്മനിയെയും പുറകിലാക്കിക്കൊണ്ട് ഇന്ത്യ 3rd ലാർജസ്റ്റ് എക്കോണമി ആകും. അപ്പോഴും രാജ്യത്ത് ഇത്രയും വലിയ സാമ്പത്തിക വളർച്ച കൈവരിക്കുമ്പോഴും ഒരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഭാഗമാകുന്നില്ല. കുറേ പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നു, പട്ടിണി അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വികസിത ഭാരതം എങ്ങനെയാണ് സാധ്യമാക്കേണ്ടത്? ബാലൻസിങ് അംബീഷൻ വിത്ത് ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു വികസിത ഭാരതം സാധ്യമാക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു 2026 നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്, 2026 ബഡ്ജറ്റിൽ പ്രതിപാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വയ്ക്കാം, ഗുരു രവിദാസ് ആണ്. അപ്പോൾ ഈ 2027 ബഡ്ജറ്റ് മുന്നോട്ട് വെച്ചപ്പോൾ നിർമ്മലാ സീതാരാമൻ ഇങ്ങനെ പറയുണ്ടായി, കർത്തവ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്തവ്യ ഭവനിൽ തയ്യാറാക്കിയ ആദ്യ ബഡ്ജറ്റ് കൂടിയാണ് 2026 ബഡ്ജറ്റ്. അപ്പോൾ കഴിഞ്ഞ വർഷം 2025 കർത്തവ്യ ഭവൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കർത്തവ്യ ഭവനിൽ വെച്ചിട്ടാണ് ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കർത്തവ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്തവ്യ ഭവനിൽ തയ്യാറാക്കിയ ആദ്യ ബഡ്ജറ്റ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു 2026 ബഡ്ജറ്റിൽ എങ്ങനെ നമ്മൾ ഈ ഒരു വികസിത ഭാരതത്തിലേക്ക് എത്തുന്നതിനോടൊപ്പം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ വികസിത ഭാരതത്തിലേക്ക് എത്തും എന്ന് ചോദിക്കുമ്പോൾ അവിടെ 3 കർത്തവ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതൊക്കെയാണ് ഈ 3 കർത്തവ്യങ്ങൾ? പഠിക്കണം, നോക്കി വെക്കണം. ഇത് നോക്കണേ. അപ്പോൾ വികസിത ഭാരതത്തിലേക്ക് 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതത്തിലേക്ക് എത്തണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. വികസിത് ഭാരത് ബാലൻസിങ് അംബീഷൻ വിത്ത് ഇൻക്ലൂഷൻ. ആദ്യത്തെ ചോദ്യം, എങ്ങനെ വികസിത ഭാരതത്തിലേക്ക് എത്തും? അതിന് 3 കർത്തവ്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് നോക്കാം. അപ്പോൾ വികസിത ഭാരതം എന്ന് പറയുന്നത് ബാലൻസിങ് അംബീഷൻ വിത്ത് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ആസ്പിറേഷൻ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനെ അച്ചീവ്മെൻ്റ് ആക്കി മാറ്റണം. നമ്മുടെ രാജ്യത്തിൻ്റെ പൊട്ടൻഷ്യലിനെ ആ ഒരു പെർഫോമൻസ് ആക്കി മാറ്റണം. അങ്ങനെയെങ്കിൽ രാജ്യം സ്റ്റെബിലിറ്റിയോടുകൂടി വളരും, രാജ്യം സ്ഥിരതയോടുകൂടി വളരും. 2, ആ ഒരു ഫിസ്ക്കൽ ഡിസിപ്ലിൻ ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നമ്മൾ വെറുതെ ചിലവാക്കി തീർത്താൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം, വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് വരുമാനത്തിനനുസരിച്ച് പണം ചിലവാക്കണം, അല്ലേ? ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം, ആ ഒരു ഫിസ്ക്കൽ ഡിസിപ്ലിൻ ഉണ്ടാവണം. ഇനി എക്കോണമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് സസ്റ്റൈൻഡ് ആയിരിക്കണം. അല്ലാതെ GDP ഇങ്ങനെ കൂടി പോകുന്നു, ഇടയ്ക്ക് കുറഞ്ഞു പോകുന്നു, വീണ്ടും കൂടി പോകുന്നു, അങ്ങനെ പോയാൽ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ഥിരതയോടുകൂടി വളരണം, ഒരു സസ്റ്റൈൻഡ് ഗ്രോത്ത് ഉണ്ടാവണം. മോഡറേറ്റ് ഇൻഫ്ലേഷൻ. പക്ഷേ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, പണപ്പെരുപ്പത്തെ നിലനിർത്തണം എന്നുള്ളതാണ്. നമ്മൾ പഴയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു രാജ്യത്തിന് ഇൻഫ്ലേഷൻ അനിവാര്യമാണ്, എസെൻഷ്യലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് 4% ആണ്.
ആ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിൽ നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു GDP ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എപ്പോഴാണ് GDP ഗ്രോത്ത് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ് രാജ്യത്ത് ഉൽപ്പാദനം കൂടുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുക. ശരിയല്ലേ? ഒരു രാജ്യത്ത് പ്രൊഡക്ഷൻ കൂടുന്നതിനെയാണ്, രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനെയാണ് നമ്മൾ GDP എന്ന് പറയുക. അപ്പോൾ എപ്പോഴാണ് പ്രൊഡക്ഷൻ കൂടുക? സാധനം മേടിക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ. സാധനം മേടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം, ആളുകൾക്ക് പർച്ചേസിങ് പവർ ഉണ്ടാവണം. എപ്പോഴാണ് പർച്ചേസിങ് പവർ ഉണ്ടാവുക? ആളുകൾക്ക് തൊഴിലുണ്ടാവുമ്പോൾ, ജോലിയൊക്കെ ഉണ്ടാവുമ്പോൾ. ശരിയല്ലേ? അപ്പോൾ യുവശക്തി ഒരു പ്രധാനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അവരുടെ പർച്ചേസിങ് പവർ കൂട്ടുക, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, രാജ്യത്തെ പ്രൊഡക്ഷൻ കൂട്ടുക. പക്ഷേ ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷൻ നിലനിർത്തിക്കൊണ്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്താ? മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ, ആളുകളുടെ പൈസ ഉണ്ടാകുമ്പോൾ, സാധനം മേടിക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സാധനങ്ങളുടെ വില കൂടും, ഇൻഫ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇൻഫ്ലേഷനെ ആ ഒരു 4% ആക്കി നിലനിർത്തണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ടാർഗറ്റ്, ഉർജിത് പട്ടേൽ കമ്മിറ്റി പറയുന്നതനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ 3 കർത്തവ്യങ്ങൾ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് നോക്കണേ. യുവശക്തി ഡ്രിവൺ ബഡ്ജറ്റ് ടു ഫോക്കസ് ഓൺ പുവർ, അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ്. ഏതൊക്കെയാണ് നമ്മുടെ 3 കർത്തവ്യങ്ങൾ? പഠിച്ചു വെച്ചോ. 3 കർത്തവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലൊന്ന് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അത് നിലനിർത്തുക. സാമ്പത്തിക വളർച്ച കൊണ്ടുവരിക, അത് നിലനിർത്തുക എന്നുള്ളത് ഒന്നാമത്തെ കർത്തവ്യം. രണ്ടാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അത് നിറവേറ്റണം, അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം, അവരുടെ ശേഷി വർദ്ധിപ്പിക്കുക. അവരുടെ പർച്ചേസിംഗ് പവർ ആവാം, അതുപോലെ അവരുടെ സ്കില്ലാവാം, അല്ലേ? ഇതൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അവരുടെ അഭിലാഷങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. മൂന്നാമത്തത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കർത്തവ്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പിന്നീട് വികസിത ഭാരതത്തിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമാകാം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 3 കർത്തവ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഫസ്റ്റ് കർത്തവ്യ ആക്സിലറേറ്റ് സസ്റ്റെയിൻ എക്കോണമിക് ഗ്രോത്ത്, അല്ലേ? സാമ്പത്തിക വളർച്ച എന്ത് ചെയ്യണം? ത്വരിതപ്പെടുത്തുക, അത് നിലനിർത്തുക. എങ്ങനെ? രാജ്യത്തെ ഉൽപാദനക്ഷമത കൂട്ടുക. ഓക്കെ. ഇനി നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ലോകമെന്ന് പറയുന്നത് വളരെ ഒരു ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൊളറ്റൈലാണ്, അല്ലേ? ഒരുപാട് ഇഷ്യൂസുകൾ, കാര്യങ്ങളൊക്കെ ഒരു ബാക്ക് എൻഡിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ശരിയാണ്. ട്രംപ് ആണെങ്കിലും ഒരുപാട് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസുകൾ മുന്നോട്ട് വച്ചു, അല്ലേ? അതുപോലെ മറ്റ് യുദ്ധങ്ങൾ, കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇതൊക്കെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കാം. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സാമ്പത്തിക വളർച്ച മെയിൻറ്റെയിൻ ചെയ്യുക, അത് നിലനിർത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. 2, സെക്കൻഡ് കർത്തവ്യം എന്ന് പറയുന്നത് ഫുൾഫിൽ ആസ്പിറേഷൻ ഓഫ് പീപ്പിൾ. നമ്മൾ പറഞ്ഞു, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ നിറവേറ്റുക, അവരുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള 2. 3, വിഷൻ ഓഫ് സബ്കാ സാത്ത് സബ്കാ വികാസ്. ഇത് 3മാണ് നമ്മുടെ കർത്തവ്യമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയെങ്കിൽ 2026 ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരിക്കുള്ള ടാർഗറ്റ് 2047 വികസിത ഭാരതമാവുക. ഈ വികസിത ഭാരതം ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനോടൊപ്പം ഒരു ബാലൻസിങ് അംബീഷൻ വിത്ത് ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജ്യം വികസിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ചൊരു ഐഡിയ. അതിന് 3 കർത്തവ്യങ്ങൾ. ഏതൊക്കെയാണ് 3 കർത്തവ്യങ്ങൾ? അറിയാം. ഫസ്റ്റ് കർത്തവ്യ എന്തായിരുന്നു? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അത് നിലനിർത്തുക. 2 എന്താ? ഫുൾഫിൽ ആസ്പിറേഷൻ ഓഫ് അവർ പീപ്പിൾ, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? നിറവേറ്റുകയും അവരുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുക. 3, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ്. സെറ്റാണ്. ഇതുവരെ വെരി ക്ലിയർ എല്ലാവർക്കും കിട്ടി. നോക്കണേ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് 2026 ബഡ്ജറ്റിലെ വരുമാനം എന്തൊക്കെയായിരുന്നു, ചെലവ് എന്തൊക്കെയായിരുന്നു. ഇത് നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ 2026 ബഡ്ജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമാണ്. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഭാഗം. അപ്പോൾ നമുക്ക് ചോദിക്കാം, അതെങ്ങനെ കടം വാങ്ങുന്നതിന് ഒരു വരുമാനമായിട്ട് കൺസിഡർ ചെയ്യുക എന്നൊക്കെയുള്ള ഡൗട്ടുകൾ വരാം, അല്ലേ? ഇവിടെ നമുക്ക് ഗവൺമെൻറ്റിന് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? റെസീപ്റ്റ് ആയിട്ടാണ്, ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കടം മേടിക്കുമ്പോൾ ഗവൺമെൻറ് ഇങ്ങോട്ടാണ് പൈസ കിട്ടുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ 2026 ബഡ്ജറ്റ് പറയുന്നതനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് കടം വാങ്ങലിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ 2ാം സ്ഥാനത്ത് ആരാ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വരുമാന നികുതിയാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് എവിടെ നിന്ന് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് കടം വാങ്ങലാണ്. എത്ര ശതമാനം?
കടം വാങ്ങൽ എന്ന് പറയുന്നത് 24%. കടം വാങ്ങൽ 24%. കഴിഞ്ഞ വർഷവും അത് 24% തന്നെയായിരുന്നു. അപ്പോൾ കടം വാങ്ങൽ 24%. അതേ സമയത്ത് വരുമാന നികുതിയാണ് 2ാം സ്ഥാനത്തുള്ളത്. വരുമാന നികുതി 2ാം സ്ഥാനം. വരുമാന നികുതി എത്രയാ? വരുമാന നികുതി 21%. ഓക്കെ, ഒരു വലിയ ഡിഫറൻസിൽ ഒരു 3% ഡിഫറൻസേ ഉള്ളൂ. ഒരു പക്ഷേ വരുമാന നികുതി കടം വാങ്ങലിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തട്ടെ എന്ന് നമുക്ക് പറയാം, അല്ലേ? അത് കഴിഞ്ഞാൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കോർപ്പറേറ്റ് നികുതിയാണ്. 3rd പൊസിഷനിൽ നിൽക്കുന്ന കോർപ്പറേറ്റ് നികുതിയാണ്. 3ാം സ്ഥാനത്ത് കോർപ്പറേറ്റ് നികുതി. 3ാം സ്ഥാനത്ത് കോർപ്പറേറ്റ് നികുതി. കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് നികുതി ഒരു 18%. പിന്നീടുള്ളത് അടുത്തതാരാണ്? GST ആണ് 4ാം സ്ഥാനം. GST 15%. ഈ ഒരു ഓർഡർ ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മാർഗം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കടം വാങ്ങലാണ്. അതൊരു PYQ ആയിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന എവിടെ നിന്ന് എന്നൊരു ചോദ്യം PS ചോദിച്ചിരുന്നു. അപ്പോൾ അത് കടം വാങ്ങലാണ് എന്ന് എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. 2ാം സ്ഥാനത്ത് വരുമാന നികുതി, 3 കോർപ്പറേറ്റ് നികുതി, 4 GST. അപ്പോൾ ഈ ഒരു ഓർഡർ കൂടി എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നോക്കി വെച്ചേക്കാം. അപ്പം അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ചെലവാക്കിയത് എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ വരുമാനം നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ചെലവ് വന്നത് എവിടെയാണ് എന്ന് നോക്കണേ. നേരത്തെ ഗവൺമെൻറ് പലിശ അടവായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഗ്രാജ്വലി അത് മാറി 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 വരുന്നുണ്ട്. അത് ഒരു പോസിറ്റീവ് ട്രെൻഡായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയെങ്കിൽ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ചെലവ് വന്നത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ് ഏറ്റവും കൂടുതൽ ചെലവ് വന്നത്. 22% സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ചെലവ് വന്നത് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ്. ഇനി 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ് 17%. ഇനി അതേ സമയത്ത് പ്രതിരോധമൊക്കെ നോക്കുകയാണെങ്കിൽ 11%മേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 8% പ്രതിരോധത്തിനുള്ള ചെലവ്. ഇപ്പോൾ അത് 11 ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പലിശയടവ് 20%. ഇടയ്ക്കൊന്ന് വിട്ടുപോയി. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം ആണ് ഏറ്റവും വലിയ ചെലവ്. 2ാം സ്ഥാനത്ത് പലിശയടവാണ്, അത് പറഞ്ഞില്ല അല്ലേ? 2ാം സ്ഥാനത്ത് പലിശയടവ്, 3ാം സ്ഥാനത്താണ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ചെലവായത് എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ്. ഇനി 2ാം സ്ഥാനത്താണ് ആര്? പലിശയടവ് എന്ന് കൂടി ഓർത്തിരിക്കാം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം വന്ന് എവിടുന്ന? ഏറ്റവും കൂടുതൽ വരുമാനം വന്നത് കടം വാങ്ങലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ചെലവായത് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ് എന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു ഗ്രോത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും, അതോടൊപ്പം ഈ ഒരു സബ്കാ വികാസ് എങ്ങനെ സാധ്യമാക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി എന്താ വളർച്ച, എന്താ വികസനം, രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന GDP ഗ്രോത്ത് ആണ്, ദേശീയ വരുമാനത്തിലുള്ള ഗ്രോത്ത് ആണ്, അല്ലേ? ഇപ്പോൾ NNP, GDP, GNP ഒക്കെ നമുക്കറിയാം. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയാണ് ഗ്രോത്ത് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വികസനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു രാജ്യം സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനോടൊപ്പം ആ രാജ്യത്തെ ജനങ്ങൾ കൂടി അവരുടെ ജീവിത ഗുണനിലവാരം കൂടി കൂടണം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാവണം, അല്ലെ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഉണ്ടാവണം. എങ്കിൽ അതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുക. ഇത് സാധ്യമാക്കുന്നതിന് കുറച്ച് പില്ലറുകൾ നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് പില്ലറുകൾ? രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച സുസ്ഥിരമായതായിരിക്കണം എന്ന് പറയുന്നു. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയിലൂടെ എന്ത് ചെയ്യണം? രാജ്യം മുന്നോട്ട് പോകണം എന്നുള്ളൊരു പോയിന്റ്. ഇനി 2, വളർച്ചയുടെ അടിത്തറ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തോ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനി വന്നെന്ന് പറഞ്ഞിട്ടൊന്നും രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ പാടില്ല, അല്ലേ? ഈ പറയുന്ന ആഗോള മാറ്റങ്ങളെയൊക്കെ നേരിടാൻ രാജ്യം പ്രാപ്തരായിരിക്കണം. അതിനാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു വളർച്ചയുടെ അടിത്തറ ശക്തിപ്പെടുത്തണം. പെട്ടെന്നുണ്ടാകുന്ന ഇഷ്യൂസുകളൊന്നും നമ്മളെ ബാധിക്കരുത് എന്നുള്ളതാണ്. ഇനി പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, അല്ലേ, ജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വികസനം സാധ്യമാക്കുക, മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ഗുണനിലവാരവും കൊടുക്കുക എന്നുള്ളത് അടുത്തൊരു പോയിന്റ്. അടുത്തത് വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭരണം. അടുത്തത് ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പവും ജീവിത സൗകര്യവും. ഇപ്പോൾ രാജ്യത്ത് ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയും. അതിൻ്റെ ഇൻഡെക്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഈസ് ഓഫ് ലിവിങ് ഇതുണ്ടെങ്കിലാണ് രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ സാധ്യമാക്കുക. കൂടുതൽ നിക്ഷേപം വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നാഷണൽ ഇൻകം കൂടുന്നതിന് കാരണമാവും. ശരിയല്ലേ? ഇനി അടുത്തത് ഫിസ്ക്കൽ മാറ്റേഴ്സ്, സാമ്പത്തിക കാര്യങ്ങൾ. അപ്പോൾ ഈ 7 പില്ലറുകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രാജ്യത്തിൻ്റെ ആ വികസനവും വളർച്ചയും സാധ്യമാക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യുള്ളത്? ബഡ്ജറ്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെയാണ് വരുമാനം, എന്തൊക്കെയാണ് ചെലവ് എന്നുള്ളത് നമ്മൾ കണ്ടു, അല്ലേ? ഇനി അതോടൊപ്പം
നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്തിൻ്റെ ധനക്കമ്മി എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം എത്രയായിട്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞു, ഈ പറയുന്ന 3% കുറയ്ക്കണം എന്നുള്ളത് FRBM ടാർഗറ്റാണ്. എന്നാൽ നിലവിലെ ധനക്കമ്മി എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിലവിലെ ധനക്കമ്മി നമ്മൾ അത്രയും എത്തിയിട്ടില്ല. 2025-26 ധനക്കമ്മി എന്ന് പറയുന്നത് ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് 4.4% ആയിരുന്നു. എന്നാൽ 26-27 നമ്മൾ പ്രതീക്ഷിക്കുന്ന ധനക്കമ്മി 4.3%. നമ്മൾ പ്രതീക്ഷിക്കുന്ന ധനക്കമ്മി 4.3%. അതേസമയത്ത് റവന്യൂ കമ്മി എന്ന് പറയുന്നത് 2 വർഷവും നമ്മൾ പ്രതീക്ഷിക്കുന്ന 1.5 പ്രൈമറി ഡെഫിസിറ്റ് 0.8 ആണെങ്കിൽ 0.7 ആയിട്ട് കുറയും. ഇനി ടാക്സ് റവന്യൂ, ഗ്രോസ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് 11.4, 11.2. ഇനി പൊതു കടമെന്ന് പറയുന്നത് 56.1 നിന്ന് 55.6 ആയിട്ട് കുറച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. 2026-27 നമ്മൾ പ്രതീക്ഷിക്കുന്ന ധനക്കമ്മി എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 4.3% നമ്മൾ പ്രതീക്ഷിക്കുന്ന ധനക്കമ്മി. ഈ വർഷത്തെ പ്രതീക്ഷിക്കുന്ന ധനക്കമ്മി 4.4% ആയിരുന്നു. അപ്പം അങ്ങനെയെങ്കിൽ നമുക്കെപ്പോഴും അറിയുന്നൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ആളുകളുടെ കയ്യിലേക്ക് പൈസ എത്തിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തെ മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ GDP കൂടും അല്ലേ? ആളുകളിലേക്ക് പണം എത്തുന്ന രീതിയിൽ കൂടുതലായിട്ടുള്ള പിന്നീട് ജോലി സൗകര്യങ്ങളൊക്കെ എത്തിക്കുന്ന രീതിയിൽ ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിച്ചു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ടൈം ലെവലിൽ എന്ത് ചെയ്യാറുണ്ട്, GDP കൂടാറുണ്ട്. കാര്യം ആളുകളുടെ പർച്ചേസിങ് പവർ കൂടും, മാർക്കറ്റിലെ ഡിമാൻഡ് കൂടും, അതിനനുസരിച്ച് എന്ത് ചെയ്യും, കമ്പനികൾ പ്രൊഡക്ഷൻ കൂട്ടും. ശരിയാണ്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ധനക്കമ്മിയെ കുറച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതോടൊപ്പം ഈ ഒരു GDP ഗ്രോത്ത് കൈവരിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം നമ്മുടെ ഈ വർഷത്തെ ടാർഗറ്റ് നമ്മൾ കണ്ടു, രാജ്യം എക്കോണമി ഗ്രോത്ത് കൈവരിക്കുന്നതിനോടൊപ്പം എന്ത് സംഭവിക്കണം, ആ ഒരു ഇൻക്ലൂഷൻ കൂടി സാധ്യമാക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള 3 കർത്തവ്യങ്ങൾ നമുക്കറിയാം. ഈ 3 കർത്തവ്യങ്ങളിലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓരോ കർത്തവ്യത്തിലും എന്തൊക്കെ സ്കീമുകളാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ബാക്കിയുള്ള അനാലിസിസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടോ, അടുത്തൊരു വീഡിയോ വേണോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് സ്കീമുകൾ, കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി തരുവാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. 2026 ബഡ്ജറ്റിൽ പ്രതിപാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം 2025 ബഡ്ജറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, 2 കവികളെ പറ്റി പരാമർശിച്ചിരുന്നു, അതാരാണ് എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് അടുത്തൊരു അനാലിസിസിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.